തെരഞ്ഞെടുപ്പ് ആവശ്യങ്ങൾക്ക് വേണ്ടി മോട്ടോർ വാഹന വകുപ്പ് വിളിച്ച ടാക്സി കാറുകൾക്ക് വാടക നൽകുന്നില്ലെന്ന് പരാതി. ദിവസങ്ങളായി മറ്റ് യാത്രകൾ പോകാതെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ടാക്സി ഓടിക്കുന്നവർക്ക് തുച്ഛമായ തുകയാണ് ലഭിക്കുന്നത്. മോട്ടോർ വാഹന വകുപ്പിനെതിരെ പരാതി നൽകാനൊരുങ്ങുകയാണ് ഇവർ. ദിവസം 2000 രൂപയും അധികമായി ഓടുന്ന കിലോമീറ്ററിന് 15 രൂപയും നൽകുമെന്ന് പറഞ്ഞാണ് മോട്ടോർ വാഹന വകുപ്പ് തെരഞ്ഞെടുപ്പ് ആവശ്യങ്ങൾക്ക് വേണ്ടി ടാക്സി കാറുകൾ വിളിപ്പിച്ചത്. എന്നാൽ കഴിഞ്ഞ ദിവസം ഇറങ്ങിയ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവിൽ 5 കിലോമീറ്ററിന് 175 രൂപ മാത്രമേ നൽകാനാകൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൂടാതെ എത്ര നേരം വെറുതെ കിടന്നാലും 500 രൂപയിൽ കൂടുതൽ വെയിറ്റിംഗ് ചാർജും ലഭിക്കില്ല. നേരത്തെ ഓട്ടം വിളിച്ചിരിക്കുന്നത് 50 കിലോമീറ്ററിന് 2000 രൂപ മോട്ടോർ ക്യാബ് വണ്ടിക്ക് എന്നും പറഞ്ഞുകൊണ്ടാണ് വിളിച്ചിരുന്നത്. ഇപ്പോൾ പുതിയ നിയമപ്രകാരം ഇന്നലെയാണ് പുതിയ നിയമം വന്നെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് നമ്മളെ അറിയിച്ചു. അത് 5 കിലോമീറ്ററിന് 175 രൂപ, പിന്നെ ഓരോ കിലോമീറ്ററിനും 15 രൂപ ഓടിയാൽ മാത്രം. മറ്റോട്ടങ്ങൾ ഉപേക്ഷിച്ചാണ് പലരും രാവിലെ മുതൽ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് വേണ്ടി കളക്ടറേറ്റുകളുടെ മുന്നിൽ എത്തുന്നത്. എന്നാൽ തെരഞ്ഞെടുപ്പ് ഓട്ടങ്ങൾ കുറവായതിനാൽ കിലോമീറ്റർ ചാർജിൽ കാര്യമായൊന്നും ഇവർക്ക് ലഭിക്കുന്നില്ല. നഷ്ടമാണിത്. പിന്നെ സർക്കാരിൻ്റെ ഇതുകൊണ്ട് നമ്മൾ പറഞ്ഞിരുന്നത് ആ മതി നമ്മൾ വരുന്നു, പക്ഷേ ഒരു വിധത്തിലും നമുക്കത് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ്. തെരഞ്ഞെടുപ്പ് പോയാൽ കേസാവുമെന്ന് പറയുന്നു, അതുകൊണ്ട് നമ്മളത് മേടിച്ച് കിടക്കുന്നു. സംഭവത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് പരാതി നൽകാനാണ് ഡ്രൈവർമാരുടെ സംഘടനയായ കേരള ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷന്റെ തീരുമാനം. ടോബി ജോൺസൺ, മീഡിയ 1, കോട്ടയം.